عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. اللهم أحسنت خلقنا فأحسن خلقنا. أما بعد، സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൻ്റെ 20-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, വയഖൂലു الذين آمنوا لولا نزلت سورة فإذا أنزلت سورة محكمة وذكر فيها القتال رأيت الذين في قلوبهم مرض ينظرون إليك نظر المغشي عليه من الموت فأولى لهم طاعة وقول معروف. ارتأت طاعة وقول معروف فإذا عزم الأمر فلو صدقوا الله لكان خيرا لهم. ويقول الذين آمنوا മുഅ്മിനുകൾ പറയുന്നു, വിശ്വസിച്ച ആളുകൾ പറയുന്നു, ലൗല നുസിലത് സൂറ, എന്തുകൊണ്ട് ഒരു സൂറത്ത് അവതരിക്കുന്നില്ല? ഫൈദ ഉൻസിലത് സൂറത്തുൻ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ എങ്ങനെയുള്ള സൂറത്താണ്? മുഹ്കമത്തുൻ. മുഹ്കമത്തുൻ എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥശങ്കക്കുമിടയില്ലാത്ത ഖണ്ഡിതമായ സൂറത്ത്. വദുകിറ ഫീഹ, എന്നിട്ട് അതിൽ പറയപ്പെടുകയും ചെയ്താൽ അൽ ഖിതാലു, യുദ്ധത്തെക്കുറിച്ച് പറയപ്പെടുകയും ചെയ്താൽ, റഅയ്ത, ഓ നബിയെ താങ്കൾ കാണും, അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ആരുടെ ഹൃദയങ്ങളിലാണ് രോഗമുള്ളത്, യൻദുറൂന ഇലൈക, അവർ താങ്കളെ നോക്കും, നദറൽ മഗ്ശിയ അലൈഹി മിനൽ മൗത്ത്, മൗത്ത് കാരണത്താൽ, മൗത്ത് മൂടപ്പെട്ട ഒരുവൻ, മരണം കാരണത്താൽ ഒരുവന് മരണമാസന്നമായ സമയത്തുണ്ടാകുന്ന ഒരാളുടെ അവസ്ഥ, അതുപോലെ അങ്ങനെയുള്ളവരുടെ മുഖം പോലെ അവർ നിന്നെ നോക്കുന്നത് കാണാം. അല്ലാഹു പറയുന്നു, ഫഔലാ ലഹും, അവർക്ക് ഏറ്റവും നല്ലത് എന്തായിരുന്നു? അടുത്ത ആയത്ത് താഅ, അനുസരിക്കുക, വഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറയുക, ഫഇദാ അസമൽ അംറു, കാര്യം അതിന്റെ ഗൗരവത്തിലെത്തിയാൽ, ഫലൗ സദഖുല്ലാഹ, അവർ അല്ലാഹുവിനോട് സത്യസന്ധത പാലിച്ചിരുന്നുവെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അവർക്കത് നന്നായി തീർന്നേനെ. നോക്കൂ, അല്ലാഹു പറയുന്നു, വയഖൂലുൽ ലദീന ആമനു, മുഅ്മിനുകൾ പറയുന്നു, ലൗലാ നുസിലത് സൂറ, എന്തുകൊണ്ടാണ് ഒരു സൂറത്ത് അവതരിക്കാത്തത്? ഒരു സൂറത്ത് അവതരിച്ചുകൂടെ? ഇവിടെ സൂറത്ത് അവതരിച്ചുകൂടെ എന്ന് അവർ ചോദിക്കുന്നത്, യുദ്ധം കൽപ്പിക്കുന്ന, അതിന് അല്ലാഹുവിന്റെ കൽപ്പനയുള്ള ഒരു സൂറത്ത് എന്താണ് ഇറങ്ങാത്തത് എന്ന് മുഅ്മിനുകൾ പറയുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, യഖൂലു തആല, അല്ലാഹു പറയുന്നു, മുഖ്ബിറൻ അനിൽ മുഅ്മിനീൻ, മുഅ്മിനുകളെ കുറിച്ച്, അന്നഹും തമന്നൗ, അവരാഗ്രഹിച്ചു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുഅ്മിനുകൾ ആഗ്രഹിച്ചു, ശർഇയ്യത്തൽ ജിഹാദ്, യുദ്ധം അല്ലാഹു നിയമമാക്കിയിരുന്നുവെങ്കിൽ എന്ന്, അത് നിയമമാക്കപ്പെടുന്നതിനു മുൻപ് അവരാഗ്രഹിച്ചു. ഫലമ്മ ഫറദഹുല്ലാഹ്, എന്നാൽ അല്ലാഹു അത് നിർബന്ധമാക്കിയപ്പോൾ, വഅമറ ബിഹ്, അത് കൽപ്പിച്ചപ്പോൾ, നകല അൻഹു കസീറുൻ മിനൻ നാസ്, ധാരാളം പേർ അതിൽ നിന്ന് പിന്നോട്ട് പോയി. അതുണ്ടാകുന്നതിന് മുൻപ് അതുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഇക്കാര്യം സൂറത്തുൻ നിസായിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അലം തറ ഇലൽ ലദീന ഖീല ലഹും, ഒരു കൂട്ടരെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ നബിയെ, പറയൂ, എന്താണ് അവരെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അവർ താങ്കൾ കണ്ടില്ലേ?
ആരാണ് അവർ? അല്ലദീന ഖീല ലഹും, അവരോട് പറയപ്പെട്ടു. അഥവാ ആദ്യം അവരോട് കൽപ്പിച്ചത് എന്താണ്? കുഫു ഐദിയക്കും. കുഫു ഐദിയക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈ അടക്കി വെക്കുക, കൈ അടക്കി വെക്കുക. കൈയും കെട്ടി നോക്കിക്കുക എന്നൊക്കെ ചിലർ പറയില്ല. നമ്മൾ കൈ കെട്ടി നോക്കിക്കില്ല ഏതൊക്കെ പറയുമല്ലോ. കൈ കെട്ടി വെക്കേണ്ടതുണ്ട്, കൈ അടക്കി വെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളോട് യുദ്ധം കൽപ്പിക്കാത്ത കാലത്ത് എന്താണ് പറയുക? കൈയടക്കി വെക്കാറ്. അതില്ലാത്ത, അത് ശറ അല്ലാത്ത, അഥവാ അത് മശ്റൂ അല്ലാത്ത, അത് ചെയ്യേണ്ട അവസ്ഥയില്ലാത്ത ഏത് കാലത്തെ മുസ്ലിമീങ്ങളും ഏത് രാജ്യത്തെ മുസ്ലിമീങ്ങളും ചെയ്യേണ്ട കാര്യമാണ് കൈയടക്കി വെക്കാറുണ്ട്. കൈയടക്കി വെക്കുക. കുഫു ഐദിയക്കും എന്ന് പറയപ്പെട്ട ഒരു കൂട്ടരെ കണ്ടില്ലേ? വഅഖീമുസ്സലാഹ്, അവരോട് കൽപ്പിക്കപ്പെട്ടു നിസ്കാരം നിർവഹിക്കുക, നിലനിർത്തുക. വഅന്നാസ, ജനങ്ങളെ പേടിക്കുന്നു. കഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുന്നത് പോലെ. ഔ അശദ്ദ ഖശിയ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത പേടി അവർ ജനങ്ങളെ പേടിക്കുന്നു. വഖാലു, അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലിമ കതബ്ത അലൈനൽ ഖിതാൽ, എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്? ലൗലാ അഖർതന ഇലാ അജലിൻ ഖരീബ്, ഞങ്ങൾക്ക് കുറച്ച് അടുത്തൊരു അവധി വരെ സമയം നീട്ടി തന്നുകൂടെ? ഖുൽ, പറയൂ നബിയെ, മതാഉദ് ദുനിയ ഖലീൽ, ദുനിയാവിന്റെ വിഭവം അത് കുറച്ചു മാത്രമാണ്. വൽ ആഖിറ, അവരാദ്യം ചോദിച്ചു എന്തുകൊണ്ടാണത് അവതരിക്കാത്തത്? ലൗല നുസിലത് സൂറ, ഒരു സൂറത്ത് അവതരിക്കാത്തത്, അഥവാ ഇതിനുള്ള കൽപ്പന അടങ്ങുന്ന ഖിതാലിന് കൽപ്പിക്കുന്ന സൂറത്ത്. ഫൈദാ ഉൻസില സൂറത്തു മുഹ്കമ, മുഹ്കമത്തായ ഒരു സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ, മുഹ്കമായ ആയത്ത്, മുഹ്കമായ സൂറത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും യാതൊരു ശങ്കയുമില്ലാത്ത, അർത്ഥശങ്കക്കിടയില്ലാത്ത ഖണ്ഡിതമായ ആയത്ത്. അതേസമയം മുതശാബിഹായ ആയത്തുകളുണ്ട്. അതെന്താണ്? അത് ചില ആളുകൾക്ക് അത് അവ്യക്തമായേക്കും, അതിന്റെ ഉദ്ദേശം മനസ്സിലാവുകയില്ല. വലിയ വിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. അതിനാണ് മുതശാബിഹ് എന്ന് പറയുക. അങ്ങനെയുള്ള ആയത്തുകൾ മുഹ്കമിലേക്ക് മടക്കണം എന്നാണ്. കാരണം മുഹ്കമായ ആയത്തിൽ പറഞ്ഞതിനെതിരൊരിക്കലും ഒരു മുതശാബിഹായ ആയത്തിലും ഉണ്ടാവുകയില്ല. അപ്പൊ അതിലേക്ക് മടക്കിയിട്ടാണ് കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്, ഇതിന്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് ഈ ആയത്ത്, ഇതിങ്ങനെയുള്ള സൂറത്ത് അവതരിപ്പിച്ചാൽ, വദുകിറ ഫീഹ, അതിൽ പറയപ്പെട്ടാൽ, അൽ ഖിതാലു, യുദ്ധം, അഥവാ അതിൽ യുദ്ധം ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്താൽ, ഓ നബിയെ, താങ്കൾ കാണും, അല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ആരുടെ ഹൃദയത്തിലാണ് രോഗമുള്ളത്, യൻദുറൂന ഇലൈക്, അവർ താങ്കളെ നോക്കുന്നു, നദറൽ മഗ്ശിയ അലൈഹി മിനൽ മൗത്ത്, മരണമാസന്നമായ ഒരുവൻ നോക്കുന്നത് പോലെ. ഇബ്നു കസീർ പറയുന്ന ഐമിൻ ഫസഇഹിം, അതവരുടെ പേടി കൊണ്ടാണ്, അവരുടെ ഭീരുത്വം കൊണ്ടാണ്, ശത്രുവിനെ നേരിടാനുള്ള ഭീരുത്വം കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ശ്രദ്ധിക്കുക, ഫഔലാ ലഹും, അവർക്ക് ഏറ്റവും യോജിച്ച കാര്യം എന്താണ്? അവർക്ക് ഏറ്റവും യോജിക്കുന്ന കാര്യം ത്വാഅ, അനുസരിക്കുക. വഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറയുകയും ചെയ്യുക. ഇബ്നു കസീർ പറയുന്നു, വകാന അൽഔലാ ബിഹിം അൻ യസ്മഉ വയുതീഉ ഐ ഫിൽ ഹാലത്തി റാഹിന, ഇപ്പോൾ അവർ അനുസരിക്കുകയും കേൾക്കുകയും അതനുസരിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യുകയാണ് അവർക്ക് നല്ലത്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിൽ സഹോദരങ്ങളെ മഹത്തരമായ ഒരു പാഠമുണ്ട്, മഹത്തായ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. എന്താണത്? നമുക്ക് നമ്മുടെ നിലവിലെ അവസ്ഥ എന്താണോ അതിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഏതാണോ അത് ചെയ്യാനാണ് ഏറ്റവും അധികം നമ്മൾ അധ്വാനിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. നാളെ എനിക്ക് അങ്ങനെ ആയിരുന്നുവെങ്കിൽ കുറേ ഖൈർ ഞാൻ ചെയ്യുമായിരുന്നു, എന്നിട്ട് അത് ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ നടക്കുക, അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഇപ്പോൾ നിനക്ക് എന്തൊക്കെ ഖൈർ ചെയ്യാൻ പറ്റും അത് നീ ചെയ്യുക, അത് നന്നായി ചെയ്യുക. ശരി, നാളെ കൂടുതൽ ഖൈർ നിനക്ക് ആഗ്രഹിക്കാം, പക്ഷേ എപ്പോഴും നാളത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ പറയുകയാണത്, ഞാനെങ്ങാനും സൗദി അറേബ്യയിലായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായി ജീവിക്കുമായിരുന്നു എന്നൊരാൾ പറയാൻ കൂട്ടിക്കും. ഇവിടെ അവന് ചെയ്യാൻ പറ്റിയ ധാരാളം ഖൈറുകളുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല, അതിനൊന്നും വലിയ ഉഷാറ് കാണുന്നില്ല. അവൻ ഇങ്ങനെ അത് സ്വപ്നം കണ്ട് നടക്കുകയാണ്. അതല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പോൾ നിനക്ക് നീ ഖൈറുകളിൽ വീഴ്ച വരുത്തിയിട്ട് ആ വർത്താനം പറയുന്നത് ശരിയല്ല.
മറിച്ച് ഇപ്പോൾ നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ ഖൈറുകൾ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും അതൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതിനേക്കാൾ ഖൈർ നിനക്ക് ആഗ്രഹിക്കാം, യാതൊരു സംശയമില്ല. നല്ല നാട്ടിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കാം. പക്ഷേ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലവിൽ നിശ്ചയിച്ചു തന്ന കാര്യമുണ്ട്, അത് നീ നന്നായി ശ്രദ്ധിക്കുകയും അക്കാര്യം അപ്പോഴെന്താണ് നിനക്ക് അള്ളാഹിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുകയും ചെയ്യാം. അത് മുഅ്മിനീങ്ങളോടുള്ള അള്ളാഹുവിന്റെ ഈ ഉണർത്തൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അള്ളാഹു അവർക്ക് ആദ്യം യുദ്ധം നിയമമാക്കാത്ത കാലത്ത് അവർ കൊതിക്കുകയാണ്. എന്ത് അത് അള്ളാഹു നിയമമാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നോക്കൂ, അള്ളാഹു ഇത് നിയമമാക്കിയപ്പോൾ പലർക്കും അത് പ്രയാസമുണ്ടായി. നോക്കൂ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പഴയ കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞില്ലേ? അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ബഅസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. നീ കണ്ടില്ലേ ബനൂ ഇസ്രായീലരിലെ ഒരു കൂട്ടരെ? മൂസാ നബിക്ക് ശേഷം വന്ന ഒരു വിഭാഗം ബനൂ ഇസ്രായീലരുടെ ഒരു കൂട്ടർ അവരവരുടെ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ ഏർപ്പെടുത്തി തരൂ, നുഖാതിൽ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം. കാരണം ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ മാത്രമേ യുദ്ധമുള്ളൂ. അവരത് പറഞ്ഞത് ശംവീൽ എന്നു പേരുള്ള നബിയോടായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാം. പഴയ കിതാബുകളിൽ ബൈബിളിലൊക്കെ പരാമർശിക്കപ്പെട്ട ശംവീൽ എന്ന നബിയോടാണ് അവരത് പറഞ്ഞത് എന്ന് തഫ്സീറുകളിൽ കാണാം. ആ നബി പറഞ്ഞു, ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. അള്ളാഹു നിങ്ങൾക്കത് യുദ്ധം നിർബന്ധമാക്കിയാൽ നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്യാതിരുന്നേക്കും. അവർ പറഞ്ഞു, ഖാലു വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? എന്തിനു നമ്മൾ ചെയ്യാതിരിക്കണം? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നാഇനാ, ഞങ്ങളുടെ വീടുകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ നമ്മൾ പുറന്തള്ളപ്പെട്ടവരാണ്. എന്നാൽ അള്ളാഹു പറയുന്ന അവർക്ക് അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അവരിൽ ഒരുപാട് പേർ, കുറച്ചുപേരൊഴികെ എല്ലാവരും തിരിഞ്ഞളഞ്ഞു, തയ്യാറായില്ല. അപ്പൊ ഈ സമയത്ത് എന്താണോ അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആ ഖൈർ നീ ചെയ്യുക. അള്ളാഹു നിനക്ക് അത് നിയമമാക്കിയിട്ടില്ല. യുദ്ധം പോലെയുള്ള കടുത്ത ദീനിലെ നിയമങ്ങൾ അള്ളാഹു നിനക്ക് നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശറ ആക്കിയിട്ടില്ലേ? അള്ളാഹിനെ സ്തുതിക്കുക, എന്നിട്ട് ആ ആഫിയത്തിൽ നീ ജീവിക്കുക. അതാണ് ചെയ്യേണ്ടത്. നാളെ അങ്ങനെ ആയാൽ എന്താവും, ഇങ്ങനെ ആയാൽ എന്താവും? മുൻഗാമികളിൽ പലരോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങനെ ആവട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞുതരാം, അതായിട്ട് പാ ചോദിക്കാൻ, അപ്പൊ പറഞ്ഞുതരാം എന്ന് അവരിൽ പലരും, മുൻഗാമികളിൽ ധാരാളം പേർ മറുപടി പറഞ്ഞത് കാണാം. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഇന്നത്തെ കാര്യത്തിൽ യാതൊരു ബേജാറുണ്ടാവില്ല, ഇന്നിപ്പോൾ ചെയ്യേണ്ട പണി ചെയ്തിട്ടുണ്ടാവില്ല, എന്നിട്ട് ഒരു വർഷം അപ്പുറത്തേക്ക് അല്ലെങ്കിൽ നാളത്തെ കാര്യം ആലോചിക്കണം. അതിൽ ഒരുപാട് മഫ്സദത്തുണ്ട്. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് അതിൽ ധാരാളം മഫ്സദത്തുകൾ അതുകൊണ്ടുണ്ടാകാം. ഒന്ന്, ഇപ്പോഴുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തുക എന്നതുണ്ടാകാം. അതുപോലെ അള്ളാഹുവിന്റെ പേരിൽ അവൻ അറിയാത്തത് അവൻ പറയുക എന്നത് അതിൽ സംഭവിക്കാനിടയുണ്ട്. കാരണം എന്താ, നാളെ ആ അവസ്ഥ ഉണ്ടായാൽ ഇവൻ അള്ളാഹിനെ അനുസരിക്കുന്നവൻ തന്നെ ആകുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഉറപ്പൊന്നുമില്ലല്ലോ. നാളെ തലയിരുന്നാലോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് തന്നെ കുറിച്ച് അവൻ വിചാരിക്കാൻ പാടില്ല. നാളെ ഞാൻ അങ്ങനെ ഞാൻ ഉറപ്പായും അങ്ങനെ ഒരു നിയമം വന്നാൽ ഞാൻ മുന്നിലുണ്ടാകും എന്ന് സ്വന്തത്തെക്കുറിച്ച് ഉറപ്പിക്കാനൊന്നും നിർവാഹമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, ലാ തമന്നൗ ലിഖാ അൽ അദു, നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ മുഖാമുഖം കാണാൻ ആഗ്രഹിക്കരുത്, മറിച്ച് അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. പക്ഷേ ഫഇദാ ലഖീതുമൂഹും ഫസ്ബുതു, കണ്ടാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, വസ്ബിറു, ക്ഷമിക്കുക. കാണാൻ ആഗ്രഹിക്കേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്. അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്ന ഖൈർ, ഒരുപാട് ഖൈറിന്റെ അബ്വാബ് നിനക്ക് മുന്നിലുണ്ട്, ധാരാളം ഖൈറിന്റെ വാതിലുകൾ നിനക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട്. അതൊക്കെ നീ ചെയ്യാൻ ശ്രമിക്കുക. നാളത്തെ കാര്യം അള്ളാഹുവിന്റെ പക്കലാണ്, ഏത് കാര്യവും അള്ളാഹുവിന്റെ പക്കലാണ്. അതുകൊണ്ട് ഏത് സമയത്തും ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. നാളെ എന്താവും എന്ന് നമുക്കറിയില്ല. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, അദ്ദേഹത്തെ ഒരു താബിഇയായ ഒരാൾ കണ്ടു. വേറൊരു താബിഇ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു.
ഒരാൾ പറഞ്ഞു, മിഖ്ദാദ് ഇബ്നു അസ്വദിനോട് പറഞ്ഞു, ഈ കണ്ണുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കണ്ണുകളാണ്. മിഖ്ദാദിനോട് പറയുക, ഞാൻ ആഗ്രഹിച്ചു പോയി നിങ്ങൾ കണ്ടത് ഞങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങൾ ജീവിച്ച കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ. ഇത് കേട്ടപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അയാളോട് ചൂടായി, ദേഷ്യം പിടിച്ചു. അപ്പൊ കൂടെയുള്ള ആൾ പറയുകയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ദേഷ്യം പിടിച്ചത്? കാരണം അയാൾ മോശമായതൊന്നും പറഞ്ഞില്ലല്ലോ, നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് സഹാബി എന്ന നിലയിൽ പുകഴ്ത്തിയെന്ന് മാത്രമല്ല, അവർ കണ്ടത് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, അവർ നേരിട്ടത് ഞാനും നേരിട്ടിരുന്നുവെങ്കിൽ എന്ന് പറയാണ് ചെയ്തത്. അതിനെന്താണ് തെറ്റെന്ന് കൂടെയുള്ള ആൾ അത്ഭുതപ്പെട്ടു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്കെന്തറിയാം? ആ കാലത്ത് ജീവിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ കൂട്ടത്തിലാവുകയും ചെയ്ത ആളുകളുണ്ട്. റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ നരകത്തിൽ പതിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ഏത് കൂട്ടത്തിലാണ് നീ ആവുക എന്ന് നിനക്കെന്തറിയാം? ഞങ്ങളൊരു കാലത്ത് ജീവിച്ചിരുന്നു, അന്ന് ഞങ്ങൾക്ക് എന്തേ അറിയുള്ളൂ? ഇബാദത്തുൽ ഔസാൻ, ബിംബാരാധന, അതാണ് ഞങ്ങൾക്കറിയുള്ള ദീൻ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി ഞങ്ങളിലേക്ക് വന്നു. അത് എല്ലാവർക്കും സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഏറെ ക്ഷമയുണ്ടായിരുന്ന, ആ പ്രതിസന്ധികളിലൊക്കെ തളരാതെ അള്ളാഹു പിടിച്ചു നിർത്തിയ ആളുകളാണ് രക്ഷപ്പെട്ടത്. അതാണ് അവരുടെ മഹത്വം. എന്നിട്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാം അല്ലാതെ മറ്റൊന്നും അറിയാത്ത രൂപത്തിൽ നിങ്ങളെ ജനിപ്പിച്ച അള്ളാഹിനെ സ്തുതിച്ചോ? നിങ്ങൾ മുസ്ലിമായ ഉമ്മാന്റെ ഉപ്പാന്റെയും മക്കളായി ഇസ്ലാമിന്റെ വീട്ടിൽ ജനിച്ചു. നിങ്ങൾക്ക് കുഫറും ശിർക്കും നിങ്ങൾ കണ്ടിട്ടില്ല, ശീലിച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴുണ്ടായ പ്രയാസം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല, അല്ലേ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നത് എത്ര പ്രയാസമാണ്, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ മുസ്ലിമീങ്ങളല്ലാത്തവർ കൂടുതൽ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുവൻ എത്ര ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നു ഈ കാലത്ത് തന്നെ. ഇസ്ലാമിലേക്ക് ഒരുവൻ വരുന്നു കണ്ടാൽ സുബ്ഹാനല്ലാഹ്, വരണ്ട വരുമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചാനലുകളൊക്കെ മത്സരിക്കുന്നത്, മതേതര ചാനലുകളൊക്കെ. അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവൻ ആ പ്രയാസമൊന്നും സഹിക്കേണ്ട അവസ്ഥ നൽകാതെ ആഫിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ സ്തുതിക്കുക. അല്ലാതെ നീ പ്രയാസം ആഗ്രഹിക്കേണ്ടതില്ല, പ്രയാസം നീ വിളിച്ചു വരുത്തേണ്ടതില്ല. അള്ളാഹു ആഫിയത്ത് തന്നതിൽ അത് ആ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നിന്നെ കാത്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അതാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഈ വാക്ക് പറഞ്ഞ് തിരുത്തിയത്, അല്ലേ? അള്ളാഹു അവർക്ക് വലിയ ശ്രേഷ്ഠത നൽകി. ശരി, നിനക്കെന്താണോ അള്ളാഹു നൽകിയത് അതിൽ നീ തൃപ്തിപ്പെടുകയും നിനക്കെന്തൊക്കെ ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമോ അത് നേടിയെടുക്കാൻ നീ ശ്രമിക്കുകയും ചെയ്യുക. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഒന്നും പേടിക്കണ്ട, അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചോ ഇവരുടെ കൂടെയാണ്, നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ കൂടെ. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അള്ളാഹു അവരുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ ചേർക്കുമാറാകട്ടെ, ആമീൻ. ഇതാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ തിരുത്തുന്നത്. ഫഔല ലഹും, അവർക്ക് ഏറ്റവും നല്ലത് എന്താണ്? താഅ, അനുസരിക്കുക. വഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറയുക. അതായത് ഫിൽ ഹാലത്തി റാഹിന, ഇബ്നു കസീർ പറയുകയാണ്, നിലവിലുള്ള അവസ്ഥയിൽ അവരെന്ത് ചെയ്യുക? അള്ളാഹുവിനെ സ്തുതിക്കുക, നല്ല അനുസരിക്കുക, നല്ല വാക്ക് പറയുക. നിലവിലുള്ള അവസ്ഥ, നാളത്തെ കാര്യം, നാളെ ഇന്നത് നിയമമുണ്ടാകണം എന്നതവിടെ നിൽക്കട്ടെ. ഇന്ന് അള്ളാഹു നിനക്ക് നിശ്ചയിച്ച നിയമം അത് നീ പ്രവർത്തിക്കുക. അത് സഹോദരങ്ങൾ നമുക്ക് റാഹത്ത് തരുന്ന ഒരു വഴിയും കൂടിയാണ്. അൽ ഹയാത്തു സഈദ, സൗഭാഗ്യപൂർണമായ ജീവിതം, അതിനുള്ള മാർഗങ്ങൾ എന്ന പേരിൽ മഹാനായ മുഫസ്സിർ, മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒരു ചെറിയ റിസാലയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന സൗഭാഗ്യ ജീവിതത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നായി പറയുന്ന കാര്യം അതായത് കഴിഞ്ഞുപോയതിനെ കുറിച്ച് നീ വേവലാതിപ്പെടാതിരിക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുക. കാരണം അത് കഴിഞ്ഞു, അത് നീ സങ്കടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചതാണ്, അതിന് മാറുന്നില്ല. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നീ ബേജാറാകാതിരിക്കുക, കാരണം അത് റബ്ബിന്റെ കയ്യിലാണ്. ഹക്കീമും അലീമുമായ അള്ളാഹുവിന്റെ കയ്യിലാണ്, നിന്നോട് റഹ്മത്തുള്ള റബ്ബിന്റെ കയ്യിൽ. കാര്യങ്ങൾ തീരുമാനിച്ച ആൾക്ക് ജഹലുണ്ടെങ്കിൽ, വിവരക്കേടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം.
അല്ല, അയാളാണ് കാര്യം തീരുമാനിച്ചത്. ആൾ വിവരമില്ലാത്ത ആൾ, എന്തെങ്കിലും ഒന്ന് ആണ് തീരുമാനിച്ചാളി. അല്ലെങ്കിൽ ഹിക്മത്തില്ലാത്ത ആളാണ്, യുക്തിയില്ലാത്ത, വേണ്ടത് വേണ്ടിടത്ത് വെക്കാത്ത ഒരാൾ തീരുമാനിച്ചതാണെങ്കിൽ തീരുമാനത്തിൽ തെറ്റുപറ്റും. സഹോദരങ്ങളെ, ഈ നമ്മുടെ കാര്യമെല്ലാം, ആകാശഭൂമികളുടെ കാര്യമെല്ലാം, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ആണ് തീരുമാനിച്ചത്. അവൻ ഹക്കീമും അലീമുമാണ്. അവനെല്ലാം അറിയാം. അവൻ അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ ഒരബദ്ധവും വരാനില്ല. അവൻ അർഹമുർ റഹീമനാണ്, ഏറ്റവും കാരുണ്യം നിന്നോടുള്ളവനാണ്. സ്വന്തം കുഞ്ഞിനെ കാണാതായി അതിനെ തെരഞ്ഞു നടന്ന് അവസാനം അതിനെ കിട്ടിയപ്പോൾ മാറോട് അതിനെ ചേർത്ത് പിടിച്ച ഉമ്മയെ ചൂണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്ത്, ഈ സ്ത്രീ ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല റസൂലേ, ലല്ലാഹു അർഹമു, അല്ലാഹു ഏറ്റവും കാരുണ്യമുള്ളവനാണ്. ഈ സ്ത്രീക്ക് അതിന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ നിങ്ങളുടെ അല്ലാഹുവിന് റഹ്മത്തുണ്ട്. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ, കുഞ്ഞിനെ കാണാതായ ഒരു ഉമ്മാന്റെ അവസ്ഥ, എന്നിട്ട് അതിനെ കിട്ടിയ ഉമ്മയുടെ സ്ഥിതി. അതിനേക്കാൾ അല്ലാഹുവിന് നമ്മോട് റഹ്മത്തുണ്ട്. അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരീക്ഷിക്കും. പക്ഷെ ആ പരീക്ഷണം അത് യഥാർത്ഥത്തിൽ നീ സബറോടെ നേരിടുകയാണെങ്കിൽ ആ പരീക്ഷണം പരലോകത്ത് നിന്നെ സന്തോഷിപ്പിക്കും. അതിനുശേഷം സന്തോഷം വരാനുണ്ട്. ദുനിയാവിൽ തന്നെ സബർ അത് നൽകുന്ന മധുരം അത് വളരെ വലുതാണ്. അത് സഹോദരങ്ങളെ, അത് നമ്മളല്ലാത്തവർക്കും, സബർ ഉള്ളവനും സബർ ഇല്ലാത്തവനെയും അള്ളാഹു പരീക്ഷിക്കുന്നുള്ളവനും ഉറപ്പാണ്. പൊറുതികേട് കാണിച്ചവനെയും അള്ളാഹു പരീക്ഷിക്കും, ക്ഷമിച്ചവനെയും അള്ളാഹു പരീക്ഷിക്കും. പൊറുതികേട് കാണിച്ചവന്റെ പ്രയാസം അതിനേക്കാൾ വഷളാകും. അതേസമയം ക്ഷമിച്ചവന്റെ പ്രയാസം അത് നേർത്ത് അതിൽ അള്ളാഹു പ്രയാസത്തിന് ശേഷം എളുപ്പം നൽകും. അള്ളാഹു നമുക്ക് ഏവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആഫിയത്ത് നൽകുമാറാകട്ടെ. ആമീൻ. فأولى لهم طاعة وقول معروف فإذا عزم الأمر, കാര്യം അതിന്റെ ഗൗരവസ്ഥിതിയിലെത്തിയാൽ, فإذا عزم الأمر, കാര്യം ഉറപ്പിക്കപ്പെട്ടാൽ, അഥവാ യുദ്ധം ആസന്നമായി, കാര്യം ഗൗരവത്തിലായി, അപ്പോൾ ഫലൗ സദഖുല്ലാഹ, അവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചിരുന്നുവെങ്കിൽ, നേരത്തെ കൊടുത്ത വാക്ക് അവർ പാലിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അവർക്കത് ഖൈറായനെ. ഇവിടെ അള്ളാഹുവിനോട് സത്യസന്ധത പാലിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബ് പറഞ്ഞു. സദഖുല്ലാഹ, അവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിക്കുക. അസ്സിദ്ഖു മഅല്ലാഹ്, അള്ളാഹുവിനോട് സത്യസന്ധത പാലിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ കാപട്യം കാണിക്കരുത്, രഹസ്യം വേറെ പരസ്യം വേറെ ആവരുത്. പ്രയാസഘട്ടങ്ങളിൽ നീ റബ്ബിനോട് പറയുന്ന വാക്ക് നീ നല്ല സമയത്ത് ലംഘിക്കരുത്. അതുകൊണ്ടാണ് നേർച്ചയാക്കുക എന്നുള്ളത് മക്രൂഹാണ്, കറാഹത്തായ കാര്യമാണെന്ത്, നേർച്ച വെക്കുക എന്നുള്ളത്. നേർച്ച വെക്കുക, എന്താണ് നേർച്ച? നദർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദർ എന്നാൽ ഒരാൾ തനിക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യം, സുന്നത്തായ ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു, ഞാൻ ഇനി മുതൽ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കും, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ നേരത്തെ ആൾക്ക് നിർബന്ധമല്ലല്ലോ. അയാൾ പറഞ്ഞതോടെ അത് സ്വയം നിർബന്ധമായി. അതിനാണ് നദർ എന്ന് പറയുക. ചിലപ്പോൾ ചില ആളുകൾ അതിന് ഒരു നിബന്ധന വെക്കും. ഉദാഹരണത്തിന് ഒരാളുടെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് നൽകുമാറാകട്ടെ, അത് മാറിയാൽ റബ്ബെ ഞാൻ ഇത്ര സദഖ കൊടുത്തുകൊള്ളാം എന്നിങ്ങനെ ചിലർ നദർ ചെയ്യും, ഒരു ഷർത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ അയാൾക്ക് നിർബന്ധമാവുക എപ്പോഴാണ്? ആ ഷർത്ത് സംഭവിച്ചാലാണ് അയാൾക്ക് നിർബന്ധമാവുക. അത് നടന്നാൽ അയാൾക്ക് നിർബന്ധമാകും, അല്ലെങ്കിൽ അയാൾക്ക് നിർബന്ധമല്ല. രണ്ട് രൂപത്തിലാകട്ടെ നേർച്ച എന്നത് ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്ത കുറ്റമൊന്നുമില്ല, ചെയ്താൽ അത് പാലിക്കൽ നിർബന്ധമാണ്. നേർച്ച ചെയ്താൽ അത് പാലിക്കൽ നിർബന്ധമാണ്. പക്ഷെ നേർച്ച വെക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. എന്താണ് കാരണം? കാരണം മനുഷ്യൻ അവന്റെ ഒരു കാരണം അല്ലാഹു അലം, മനുഷ്യൻ ഈ നേർച്ച വെക്കുന്ന കാലത്തുള്ള ആ ഉത്സാഹം ചിലപ്പോൾ ആ സമയത്തേ ഉണ്ടാവില്ല, ആ സമയം എത്തിയാൽ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ മനസ്സോടെ ഇരിക്കും ഒരു സൽക്കർമ്മം ചെയ്യുന്നത്. അങ്ങനെയാണോ സൽക്കർമ്മം ചെയ്യേണ്ടത്? അല്ല. ചിലപ്പോൾ അത് പാലിക്കാതെ വന്നേക്കാം.
അത് വലിയ അപകടമാണ്. പാലിക്കാതിരിക്കാനുള്ളത് നിസാര കാര്യമാണെന്ന് ആരും വിചാരിച്ചേക്കരുത്. എനിക്ക് കഫാറത്തുണ്ട്. ഇതാണ് കഫാറത്ത്. ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോക്കണം, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം. 3ാമത്തെ ഓപ്ഷൻ എന്നത് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കാലത്ത്, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അതില്ല, അടിമ സമ്പ്രദായമില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്ന് ചെയ്യണം. അല്ലാതെ തോന്നിയതുപോലെ അള്ളാഹിനോട് വാക്ക് പറയാ എന്നിട്ട് പാലിക്കാതിരിക്കുക, അതിന്റെ അപകടം എന്താണ്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സൂറത്ത് തൗബ എടുത്തു നോക്ക്. അള്ളാഹു അത് ആരുടെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്? മുനാഫിഖുകളുടെ സ്വഭാവമായിട്ടാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? വമിൻഹും മൻ ആഹദുല്ലാഹ് ലഇൻ ആതാന മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അവർ പറഞ്ഞു, അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തു, അള്ളാഹു ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയാൽ ഞങ്ങൾ അതിൽ നിന്ന് സദഖ കൊടുക്കും. എന്നാൽ ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലു ബിഹി, അള്ളാഹു അവർക്ക് നൽകിയപ്പോൾ അവർ പിശുക്ക് കാണിച്ചു, കൊടുത്തില്ല. അള്ളാഹു എന്താണ് അതിനുള്ള ശിക്ഷയായി പറഞ്ഞത്? ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു വബിമാ കാനൂ യക്ദിബൂൻ. അതിനുള്ള ശിക്ഷയായി അള്ളാഹു അവർക്ക് നൽകി നിഫാഖ് നൽകി, കാപട്യം അവരുടെ ഹൃദയങ്ങളിൽ. ഇലാ യൗമി യൽഖൗന, അള്ളാഹിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അവരുടെ മനസ്സിൽ അള്ളാഹ് നിഫാഖ് ഇട്ട് കൊടുത്തു, കാപട്യത്തോട്. ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു, അള്ളാഹുവോട് നൽകിയ വാഗ്ദാനം ലംഘിച്ചത് കാരണത്താൽ. വബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞത് കാരണത്താൽ. ഗൗരവമാണ് കാര്യം. തോന്നിയ പോലെ നേർച്ചയാക്കാൻ നിൽക്കരുത്, തോന്നിയതുപോലെ കരാറ് പറയരുത്, റബ്ബിനോട് കരാറ് പറയരുത്. മറിച്ച് അള്ളാഹുവിനോട് എന്ത് പാലിക്കുക? സിദ്ഖ് പാലിക്കുക, സത്യസന്ധത പാലിക്കുക. നീ നേർച്ചയാക്കണ്ട, സലാമത്തതാണ്, ബസ് അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നേർച്ച കൊണ്ടൊരു പ്രയോജനവുമില്ല, പിശുക്കന്റെ പൈസ അത് പുറത്തു കൊണ്ടുവരും എന്നല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നേർച്ച കൊണ്ട് പ്രയോജനമില്ല, പിശുക്കന്റെ പണം അത് പുറത്തേക്ക് കൊണ്ടുവരും എന്നതല്ലാതെ. അതാണ് പണ്ഡിതന്മാർ അത് നല്ലതല്ല എന്ന് പറയാനുള്ള കാരണം. പക്ഷെ ചെയ്താൽ അത് വീട്ടണം. ഒരാൾ നേർച്ച ചെയ്തു എന്നിട്ട് അത് വീട്ടിയാൽ അവന് പ്രതിഫലമുണ്ട്, സംശയമില്ല. നെതിർ ചെയ്ത് അത് വീട്ടിയാൽ അവൻ പ്രതിഫലമുള്ള കാര്യമാണത്, പ്രതിഫലമുള്ള കാര്യമാണ്. ഇനി ഒരാൾ ഒരു കാര്യം നേർച്ചയാക്കി എന്നിട്ട് അത് അതല്ലാത്ത വേറൊരു കാര്യത്തിലാണ് ഖൈറ് എന്നൊരാൾക്ക് തോന്നിയാൽ ആ കാര്യമാണ് അയാൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അല്ലാതെ എന്തില്ല? നേർച്ചയില്ല. അള്ളാഹിനെ ധിക്കരിക്കാൻ നേർച്ച ആക്കരുത്. ആരെങ്കിലും നേർച്ചയാക്കിയാൽ അത് വീടരുത്, അല്ലേ? ചിലപ്പോൾ ചില ആൾ പറയും, എൻ്റെ ഉമ്മ അവസാനം പറഞ്ഞതാണ് എന്ത്? ആ ദർഗയിലേക്ക് ഒരു കെട്ട് ഉദോത്തി അത് കൊടുക്കണം, അത് നടപ്പിലാക്കാൻ പാടില്ല, അത് മഅസിയത്തിന്റെ നദിറാണ്, നടപ്പിലാക്കാൻ പാടില്ല. അള്ളാഹുവിനെ അനുസരിക്കാനാണ് ഒരാൾ നേർച്ചയാക്കേണ്ടത്. അത് നേർച്ചയാക്കിയാൽ അവനത് പാലിക്കണം. ഇനി ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു, അതിനേക്കാൾ നല്ലതാണ് ഖൈർ എന്ന് കണ്ടാൽ ആ ഖൈർ ചെയ്യുകയും എന്നിട്ട് കഫാറത്ത് കൊടുക്കുവാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എന്ത്? ഞാൻ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു, എന്നിട്ട് അതിനേക്കാൾ നല്ലതാണ് ഖൈർ എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ കഫാറത്ത് കൊടുത്ത് ആ ഖൈർ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കോഴിയിറച്ചി കഴിക്കുകയാണ്, ദജാജ. കോഴിയിറച്ചി കഴിക്കുമ്പോൾ സഹീഹ് ബുഖാരിയിൽ കാണാം, അബൂ മൂസ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവർ വിളിച്ചു. അപ്പോൾ ഒരാൾ കഴിക്കാതെ മാറിയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തആൽ ഉദ്നു, വരൂ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തിന്നുന്നത് കണ്ടിട്ടുണ്ട്, ദജാജ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോഴിയിറച്ചി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബാ തിന്നു എന്ന് ആര് പറഞ്ഞു? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ കോഴി ഒരു മോശമായ ഒരു സാധനം കൊത്തി തിന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ സത്യം ചെയ്തു, ഞാൻ കോഴിയിറച്ചി കഴിക്കൂല, അതുകൊണ്ടാണ്. അപ്പൊ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീണ്ടും പറഞ്ഞു കൊടുക്കാണ് ഹദീസ്. അബൂ മൂസ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞങ്ങളിൽ ചില ആളുകൾ ചെന്നു.
എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും പറഞ്ഞയക്കുമ്പോൾ പലർക്കും റസൂലുള്ള വാഹനം നൽകി പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വാഹനം നൽകാൻ വേണ്ടി അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളും ചില ആളുകൾ നബിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗളബിലായിരുന്നു, നബി എന്തോ കോപിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ, നിങ്ങളെ വാഹനപ്പുറത്തേറ്റാൻ എൻ്റെ അടുത്ത് വാഹനമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞങ്ങൾ തിരിഞ്ഞടന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് വാഹനം തരികയും ചെയ്തു, പിന്നെ തന്നു. അങ്ങനെ വാഹനം പുറത്തേറി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മളോട് പറഞ്ഞെന്താ, തരില്ല എന്നല്ലേ? എന്നിട്ട് പിന്നെ നബി തരുകയും ചെയ്തു. റസൂലുള്ള മറന്നുപോയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നതാണ്. പക്ഷേ മറന്നതാണെന്ന് മനസ്സിലായില്ല എന്ന് നടിച്ചിട്ട് നമ്മളിത് വാങ്ങിപ്പോയാൽ നമ്മൾ നശിച്ചു പോകും അല്ലേ? നബിയുടെ തനാസ എന്ന് പറയുന്ന ഒരാളുടെ മറവി മുതലെടുക്കുക. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യാറുണ്ടല്ലോ, മറന്നിട്ടാണ് മനസ്സിലായി, അപ്പം ഒന്നും മുണ്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറവി മുതലെടുത്ത് ഞങ്ങൾ ഇതും കൊണ്ടുപോയാൽ നമ്മൾ നശിച്ചു പോകും, നമുക്ക് തിരിച്ചു പോവാം. എന്നിട്ട് അവർ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ത്, ഞങ്ങൾക്ക് വാഹനം നൽകുകയില്ല, ഇപ്പൊ നൽകി, അത് നിങ്ങൾ മറന്നതായിരിക്കും നേരത്തെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, സത്യം ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞത്, വല്ലാഹി പറഞ്ഞാണ് റസൂലുള്ള പറഞ്ഞു, ഞങ്ങൾക്ക് വാഹനം തരാൻ എന്റെ കയ്യിലില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു കാര്യം സത്യം ചെയ്തു പറയും, പക്ഷെ അതിനേക്കാൾ ഖൈറ് മറ്റൊരു കാര്യമാണെന്ന് കണ്ടാൽ ഞാൻ എന്തു ചെയ്യും, കഫാറത്ത് കൊടുത്ത് എന്റെ മറ്റേ രണ്ടാമത്തെ നല്ല കാര്യത്തിലേക്ക് നീങ്ങും. മനസ്സിലായി? ഉദാഹരണത്തിന് ഒരാൾ തന്റെ സഹോദരനോ അല്ലെങ്കിൽ തന്റെ ഒരു കുടുംബക്കാരോട് മിണ്ടൂലാൻ സത്യം ചെയ്തു അല്ലേ? യാതൊരു സംശയമില്ല, ഖൈർ എന്താണ്, അവനോട് മിണ്ടലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, കഫാറത്ത് കൊടുക്കുക, എന്നിട്ട് അവനോട് മിണ്ടുക. അല്ലെങ്കിൽ ഒരു കുടുംബ വീട്ടിൽ പോവുകയില്ല, ഇനി ഒരിക്കലും അവിടെ ആ പടി ഞാൻ ചവിട്ടൂല എന്നൊരാൾ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കഫാറത്ത് കൊടുക്കുക, ഈ പറഞ്ഞ മൂന്നിലൊരു കഫാറത്ത് ചെയ്യുക, എന്നിട്ട് പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൽ പ്രതിഫലമുള്ള കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇതും കൂടി അബൂ മൂസാർക്ക് പറഞ്ഞു കൊടുത്തു. കോഴിയിറച്ചി കഴിക്കൂലെന്ന് സത്യം ചെയ്ത ആൾക്ക് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തുവെന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് കണ്ടാൽ കഫാറത്ത് കൊടുത്ത് ആ നല്ല കാര്യം കൂടുതൽ നല്ല കാര്യത്തിലേക്ക് നീങ്ങാവുന്നതാണ്. കഫാറ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് കഫാറത്ത് ഈ ഉമ്മത്തിന് ഖാസാണെന്ന്. ഈ ഉമ്മത്തിന് അള്ളാഹു പല ഇളവുകളും നൽകിയിട്ടുണ്ട്, അതിൽ പെട്ടതാണ് ഇതിലുള്ള കഫാറത്ത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിനവർ തെളിവ് പിടിച്ചിട്ടുള്ളത് ഒരു ആയത്താണ്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിലുള്ള ഒരു ആയത്ത്. അയ്യൂബ് നബിയെ അവിടുന്ന് 18 വർഷത്തോളം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയായി കഴിഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ പരീക്ഷിച്ചു. നോക്കണം, അള്ളാഹുവിന്റെ ഒരു നബിയാണ്. ശരീരത്തിൽ രോഗം പിടിക്കാത്ത അവയവം ഒന്നുമില്ല, കൽബും നാവും അല്ലാതെ, ഹൃദയവും നാവും അല്ലാതെ ബാക്കി മുഴുവൻ രോഗം പിടിച്ചിട്ടാണ്. ജനങ്ങളൊക്കെ അവരുടെ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്ത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് താമസിക്കേണ്ടി വന്നു എന്നുവരെ തഫ്സീറുകളിൽ കാണാം. അല്ലാഹു അലം. ജനങ്ങളെല്ലാം വിട്ടുപോയി, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. 2 കൂട്ടുകാർ കാണാൻ വരും, രാവിലെയും വൈകുന്നേരം, ഭാര്യയുമുണ്ട് കൂടെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, എന്ത്, ഒരു പണക്കാരനും ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ഉദ്ർ പറയാൻ കഴിയില്ല, റബ്ബേ കുറേ പൈസ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ നിന്നെ മറന്നുപോയി, നീ എന്തിനാണ് എനിക്ക് കുറെ പൈസ തന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇബാദത്ത് ചെയ്യാൻ, നിന്നെ അനുസരിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ ഒരു പണക്കാരനും കഴിയില്ല. കാരണം എന്താ, സുലൈമാൻ നബിയുടെ മാതൃകയുണ്ട് മുന്നിൽ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുനിയാവിന്റെ മുഴുവൻ അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവ് കയ്യിലായിരുന്നു, കൽബിലല്ല. ദുനിയാവ് കയ്യിലാണ്, കൽബിലല്ല. ഒരു പരീക്ഷണത്തിന്റെ അങ്ങേയറ്റം അനുഭവിച്ച ഒരാൾ അല്ലേ? യുക്തിവാദികളൊക്കെ ചോദിക്കൂല, വിവരം കെട്ട യുക്തിയില്ലാത്ത യുക്തിവാദികൾ, എന്തിനാണ് കാലില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, ഇതിനൊക്കെ അള്ളാഹ് പടച്ചത്? അള്ളാഹ്ക്ക് അങ്ങനെയും പടക്കാൻ കഴിയുമെന്ന് നിനക്ക് കാണിച്ചു തരാനാണ്. ഇനി ഇങ്ങനെ പടച്ച റബ്ബിന് അങ്ങനെയും പടക്കാൻ കഴിയും എന്ന് നിനക്ക് കാണിച്ചു തരാനാണ്. ഒരു ഹൈക്മത്ത് അതാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ, കാണുന്നവർ ശുക്ർ ചെയ്യാൻ, പരീക്ഷിക്കപ്പെട്ടയാൾ സബർ ചെയ്യാൻ. ഒരുപാട് ഹൈക്മത്തുകളുണ്ട്, ധാരാളം ഹൈക്മത്തുകളുണ്ട് അതിൽ, 1-2 ഒന്നല്ല. ശരി,
അതുമാത്രമല്ല, എത്ര പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ ഒരാൾ കടന്നുപോയാലും ശരി, ഖിയാമത്ത് നാളിൽ റബ്ബേ ഞാൻ ഒന്നിനും കഴിയാത്ത ആളായിരുന്നു എന്നയാൾക്ക് പറയാൻ കഴിയില്ല. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയുണ്ട്. എന്നെ പോലത്തെ മനുഷ്യനാണ് അയ്യൂബ് നബിയും. മനുഷ്യനാണ്, നബിമാരൊക്കെ മനുഷ്യരാണ്. പക്ഷെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അയ്യൂബ് നബിയുടെ ഈമാനിൽ അത് യാതൊരു പോറലും ഏൽപ്പിച്ചിട്ടില്ല. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടു. ഭാര്യയായിരുന്നു സേവനങ്ങളൊക്കെ ചെയ്തത്. അവർ അയ്യൂബ് നബിക്ക് വേണ്ടുന്നൊക്കെ ചെയ്തു കൊടുക്കും. അവർ പുറത്ത് വീട്ടുജോലികളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി അയ്യൂബ് നബിയെ നോക്കുന്നതാണ്. പിന്നീട് അവരെയും ജനങ്ങൾ വിളിക്കാതായി എന്നാണ്, രോഗം പകരുമെന്ന് പേടിച്ചിട്ട്. അവരെ വീട്ടുജോലിക്ക് വരെ ആളുകൾ വിളിക്കാതായി. അപ്പോൾ അവർ അവരുടെ ഭംഗിയുള്ള മുടിയുണ്ടായിരുന്ന അത് മുറിച്ച് വിറ്റ് പണം അതുകൊണ്ട് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭക്ഷണം കൊണ്ടുകൊടുത്തു എന്നാണ്. ഇത് അയ്യൂബ് നബി പറഞ്ഞപ്പോൾ ആദ്യം അവർ പറയാൻ തയ്യാറായില്ല. വീണ്ടും ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു. അപ്പൊ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം വന്നു എന്നാണ് അത് ചെയ്തത്. അപ്പൊ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യം ചെയ്തു, എനിക്ക് അള്ളാഹ് ആരോഗ്യം തന്നെ ഞാൻ നിന്നെ 100 അടി അടിക്കുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ശിഫ നൽകി. വെള്ളം അള്ളാഹു കുളിക്കാൻ, ആ ഹദീസിൽ കാണാം ആ സംഭവം. ഭാര്യ കുളിപ്പിക്കാൻ വേണ്ടി അയ്യൂബ് നബിയെയും കൊണ്ട് പോയി. എന്നിട്ട് കുളിക്കാനുള്ള സ്ഥലത്തേക്ക് അയ്യൂബ് നബി പോയപ്പോൾ ഭാര്യ മാറി നിന്നു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വെള്ളം പൊട്ടിയൊഴുക്കി. അത് കുടിച്ചപ്പോൾ ഉള്ളു മുഴുവൻ ശിഫായി. അത് ദേഹത്ത് പുരട്ടിയപ്പോൾ ദേഹം മുഴുവൻ ശിഫായി. അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായി, രോഗമെല്ലാം മാറി തിരിച്ചു വന്നു. അപ്പോ ഭാര്യ അയ്യൂബ് നബിയോട് ചോദിച്ചു, അല്ല, അള്ളാഹുവിന്റെ പരീക്ഷണം അനുഭവിക്കുന്ന ആ നബിയെ നിങ്ങൾ കണ്ടോ? കാണുന്നില്ല, ആളെ കാണുന്നില്ല. അള്ളാഹുവാണ്, മുമ്പ് രോഗം വരുന്നതിന് മുമ്പ് അദ്ദേഹം നിങ്ങളെ പോലെയായിരുന്നു കാണാൻ. അപ്പൊ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്രയും സേവനങ്ങൾ ചെയ്ത ഈ ഭാര്യയെ 100 അടി അടിക്കാന്നുള്ളത് അതെങ്ങനെ ശരിയാകും? അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ കാണാം, വഖുദ് ബിയദിക ദിഗ്ഫൻ ഫദ്രിബ് ബിഹി വലാ തഹ്നസ്. നീ നിന്റെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ വൈക്കോല് പോലത്തെ 100 എണ്ണം, അല്ലേ? എന്നിട്ട് അതുകൊണ്ട് ഒരു അടി അടിക്കും. 100 വൈക്കോല് പോലെ അടിച്ചാൽ ഒട്ടും വേദനിക്കാത്ത ഒന്ന് എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഭാര്യയെ അടിക്കുക. വലാ തഹ്നസ്, നീ നിന്റെ ശബ്ദം ലംഘിക്കേണ്ടതില്ല. ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ക്ഷമാശീലനായി നാം അയ്യൂബിനെ കണ്ടു, എത്ര നല്ല അടിമ. നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്, അള്ളാഹുലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം, കഫാറത്ത് ഈ ഉമ്മത്തിന് ഖാസാണെന്ന്. കാരണം അല്ലെങ്കിൽ അയ്യൂബിന് എനിക്ക് കഫാറത്ത് കൊടുത്താൽ മതിയല്ലോ, ഈ അടി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതുപോലുള്ള ഇത് അള്ളാഹു നിയമമാക്കി കൊടുത്തതാണ് അയ്യൂബ് നബിക്ക്. ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചില ആളുകളുണ്ടാവും സൂത്രപ്പണി ഉപയോഗിക്കുക ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെ? 100 അടി ഇസ്ലാമിന്റെ ശിക്ഷ കിട്ടേണ്ട ഒരാൾക്ക് ഇതുപോലത്തെ അടി അടിച്ചാൽ പറ്റുമോ? ഇല്ല. അത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. ഇത് അള്ളാഹു ഇങ്ങനെയാണ് നിയമം നിശ്ചയിച്ചിട്ടുള്ളത്. പറഞ്ഞു വന്നത് ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിനോടുള്ള സിദ്ഖിനെ കുറിച്ചാണ്. അള്ളാഹുവിനോട് നമ്മൾ സത്യസന്ധതയുള്ളവരാവുക, അഥവാ ഉള്ളും പുറവും ഒരുപോലെ നന്നാവുക. രഹസ്യവും പരസ്യവും നന്നാക്കുക. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുള്ളതാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ നിന്റെ രഹസ്യ ജീവിതം പരസ്യത്തെക്കാൾ നന്നാകട്ടെ. നീ ആരുമറിയാതെ റബ്ബിന്റെ മുന്നിൽ കരയുന്ന, അള്ളാഹുവിനെ ഹൃദയത്തിൽ ജനങ്ങൾക്ക് അറിയാത്ത പല നന്മകളും നിനക്കുണ്ടാകട്ടെ. ജനങ്ങൾക്ക് അറിയാത്ത അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നീ പരസ്യമായിട്ട് എങ്ങനെയാണോ അതിനേക്കാൾ നല്ല രൂപത്തിലാവുക രഹസ്യമായി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനോട് സിദ്ഖ് അഥവാ സത്യസന്ധത പാലിക്കേണ്ടതുണ്ട്. ഫലൗ സദഖുല്ലാഹ, അവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അത് അവർക്ക് ഖൈറായനെ, അതവർക്ക് ഗുണകരമായി തീർന്നേനെ. അള്ളാഹുവിനോട് സിദ്ഖ് പാലിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? സിദ്ഖുള്ളവർക്ക് അവരുടെ സിദ്ഖ് പ്രയോജനപ്പെടുന്ന നാളാണ്.
സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന നാളാണ് ഇത്. ഖാലിഖായ റബ്ബിനോട് സിദ്ഖ് പാലിക്കണം, മഖ്ലൂഖുകളോടും പടപ്പുകളോടും സിദ്ഖ് പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സാദിഖുകളുടെ കൂട്ടത്തിലായിത്തീരുക, സത്യസന്ധരായ ആളുകളുടെ കൂട്ടത്തിൽ ആയിത്തീരുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഫഹൽ അസൈതും, അള്ളാഹു പറയുന്നു, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും. ഫഹൽ അസൈതും, നിങ്ങളായിത്തീർന്നേക്കുമോ? ഇൻ തവല്ലൈതും. ഇൻ തവല്ലൈതും എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ. മറ്റൊരർത്ഥം, നിങ്ങൾക്ക് വിലായത്ത് ലഭിക്കുകയാണെങ്കിൽ അഥവാ അധികാരം ലഭിക്കുകയാണെങ്കിൽ. രണ്ട് രൂപത്തിലും ഈ ആയത്തിന് വിശദീകരണം വന്നിട്ടുണ്ട്. രണ്ടും പരസ്പരം എതിരല്ല, പരസ്പരം യോജിക്കുന്ന അർത്ഥങ്ങൾ തന്നെയാണ്. നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അതനുസരിക്കാതെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ ചെയ്തേക്കുമോ അൻ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയേക്കുമോ? അതുണ്ടാക്കാനാണോ നിങ്ങൾ ഒരുങ്ങുന്നത്? വതുഖത്തിഉ, നിങ്ങൾ മുറിച്ചു കളഞ്ഞേക്കുമോ? അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ. ഉലൈകല്ലദീന, അങ്ങനെ ചെയ്തവരാരോ അവരാണ് ലഅനഹുമുല്ലാഹ്, അവരാണ് അള്ളാഹു ശപിച്ചത്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ അവർക്കാണ്. അള്ളാഹുവിന്റെ ശാപം ലഭിച്ചാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയകറ്റുക. അതാണ് അള്ളാഹുവിന്റെ ലഅന, ശാപമെന്നാണ്. ഫഅസമ്മഹും, അവർ അള്ളാഹു ബധിരരാക്കിയിരിക്കുന്നു, അവർ കേൾക്കേണ്ടത് കേൾക്കുകയില്ല. വഅഅമ, അള്ളാഹു അന്ധത വരുത്തിയിരിക്കുന്നു അബ്സാറഹും, അവരുടെ കണ്ണുകൾക്ക്. അക്കൂട്ടർ അള്ളാഹു ശപിക്കുകയും അവരെ ബധിരരും അന്ധരുമാക്കുകയും ചെയ്തിരിക്കുന്നു. ആരെ? തിരിഞ്ഞുകളഞ്ഞ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, അള്ളാഹുവിനനുസരിക്കാതെ പോയി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, കുടുംബബന്ധം മുറിക്കുന്ന, അല്ലെങ്കിൽ അധികാരം കിട്ടിയാൽ അക്രമവും ബന്ധം മുറിക്കലുമൊക്കെ നടപ്പിലാക്കുന്ന ആളുകളെ. ഇത് സഹോദരങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, വഹാദാ നഹ്യുൻ അനിൽ ഇഫ്സാദി ഫിൽ അർദി ഉമൂമൻ വഅൻ ഖത്ഇൽ അർഹാമി ഖുസൂസൻ. ഈ ആയത്തിൽ വ്യക്തമായി അള്ളാഹു വിരോധിച്ചിരിക്കുന്നു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. രണ്ടാമത്തെ എന്താ? കുടുംബബന്ധം മുറിക്കുക. അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ ഒരു രൂപമാണ് എന്ത്? കുടുംബബന്ധങ്ങൾ മുറിക്കുക എന്നത്. കുടുംബബന്ധങ്ങൾ ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണത്. കാരണം ഒരു ബന്ധു തന്റെ ബന്ധുവിനെ നോക്കുക, അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ബന്ധുക്കളുടെ കാര്യം പരിഗണിച്ചാൽ ലോകത്ത് അത് വലിയ ഖൈറുണ്ടാക്കും. ഒരു സമൂഹത്തിൽ ഒന്നാകെ വലിയ ഖൈറാണ് അതുകൊണ്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കാതെ ആയാലോ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ? അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതിന് നേർ വിപരീതം കൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, മറിച്ച് ഭൂമിയിൽ എന്തു വരുത്തണം? ഇസ്ലാഹ്, നന്മ വരുത്തണം. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ഇത് രണ്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചതാണ്. ജനങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുകയാണ്, വഹുവൽ ഇഹ്സാനു ഇലൽ അഖാരിബ്, ബന്ധുക്കൾക്ക് നന്മ ചെയ്യുക. ഫിൽ മഖാൽ, വാക്കുകൾ കൊണ്ട്, വൽ അഫ്ആൽ, പ്രവർത്തികൾ കൊണ്ട്, വബദ്ലിൽ അംവാൽ, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്. ചിലപ്പോൾ അവർ നമ്മളുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളിലാണെങ്കിലും, ദീനിയായി തന്നെ പല അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും, പലരും അവർക്ക് നന്മകൾ ചെയ്താൽ നമ്മോട് അടുക്കുന്നവരാണ്. നന്മകൾ ചെയ്ത് നമുക്ക് ദുനിയാവ് കൊടുത്ത് അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനാണ് മുദാറാത്ത് എന്ന് പറയുന്നത്. നല്ല കാര്യമാണ്. അതേസമയം മുദാഹനത്ത്, അത് തെറ്റാണ്. അതെന്താണ്? ദുനിയാവിന് വേണ്ടി നീ ദീനിൽ വിട്ടുവീഴ്ച വരുത്തുക, ദീൻ ഒഴിവാക്കുക, അതാണ് തെറ്റ്. അതേസമയം ദീന് കുറഞ്ഞ ഒരാളെ ദുനിയാവിൽ അയാൾക്ക് എന്തെങ്കിലും സൗകര്യം നൽകി അയാളൊന്ന് അടുപ്പിക്കുക, എന്നിട്ട് അയാൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അത് വളരെ നല്ല കാര്യമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കും. ജയിലിലെ 2 കൂട്ടുകാർ ഒരാവശ്യവും കൊണ്ട് യൂസുഫ് നബിന്റെ മുന്നിൽ വന്നു. ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, വ്യാഖ്യാനം പറഞ്ഞു തന്നാലും. അപ്പൊ യൂസുഫ് നബി പറഞ്ഞു, قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما. നിങ്ങളുടെ ഭക്ഷണം വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാം. രണ്ടുപേരും ആവശ്യക്കാരാണ്. ആവശ്യക്കാർ പൊതുവെ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ വർത്താനം കേട്ടുക്കും. ഇഷ്ടമില്ലെങ്കിലും കൂടി ഒന്ന് കേട്ടുക്കൂലേ അല്ലേ? കാരണം കാര്യം നടക്കണം എന്ന നിലക്കെങ്കിലും കേട്ടു നിൽക്കും, എതിരു പറയുകയില്ല, അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനെങ്കിലും തയ്യാറാകും. എന്നിട്ട് യൂസുഫ് നബി തുടങ്ങുന്നത് നോക്കൂ, ദാലികുമാ മിമ്മ അല്ലമനി റബ്ബി.
ആ സ്വപ്ന വ്യാഖ്യാനം എന്നാൽ അതെനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചെന്ന്. എന്നിട്ട് പിന്നെ റബ്ബിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ഈ ജനങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു, അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കാത്ത ജനങ്ങളുടെ മാർഗം. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇബ്രാഹിമിൻ്റെ അതുപോലെ ഇസ്ഹാഖിൻ്റെ യഹൂബിൻ്റെ അലൈഹിമുസ്സലാത്തു വസ്സലാം മാർഗം പിൻപറ്റിയിരിക്കുന്നു. എന്നിട്ട് നോക്കൂ, ചോദിക്കുന്ന ചോദ്യം, യാ സാഹിബൈ സിജിൻ, ഓ ജയിലിലെ രണ്ട് കൂട്ടുകാരെ, അർബാബു മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തരായ പല പല റബ്ബുകളാണോ നല്ലത്, അതല്ല വാഹിദും ഖഹാറുമായ അള്ളാഹുവോ? ഇങ്ങനെ അവർക്ക് ദഅവത്ത് നടത്തി. എന്നിട്ട് ശേഷം പറഞ്ഞു കൊടുത്തു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു എന്നതുപോലെ അടുപ്പിച്ചു കൊണ്ടുവരികയും എന്നിട്ട് അവർക്ക് നീ ദീൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അത് നന്മക്ക് മുകളിൽ നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ അത് ബന്ധുവിന് കൊടുത്താൽ അത് സദഖത്തുൻ വസില, ബന്ധം ചേർക്കലും സദഖയുമാണ്. ബന്ധുക്കളല്ലാത്തവർക്ക് കൊടുത്താലോ അത് സദഖ മാത്രമാണ്. അടുത്ത ബന്ധുക്കൾക്ക് കൊടുത്താൽ അത് സദഖ വസില, ബന്ധം ചേർക്കലും സദഖയുമാണ്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് അടുത്ത ആഴ്ച വായിക്കാം. വഫഖനില്ലാഹു വഇയ്യാകും ലിമാ യുഹിബ്ബുഹു വയർദാഹ്. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.